ഈ അമ്പലത്തിൽ വർഷത്തിൽ ഒന്നു മാത്രമേ ഈ വഴിപാടുള്ളൂ. സന്തതി പരമ്പരകളുടെ ഉന്നമനത്തിനായിട്ട്, സർവ്വ രോഗശാന്തിക്കായിട്ട്, സർവ്വ ദുരിതഹരത്തിനായിട്ട്, സർവ്വ സങ്കടകരത്തിനായിട്ടാണ്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു അമ്പലത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. അത്ര ഗംഭീരമായി നിൽക്കുന്ന, അത്ര കേമായി നിൽക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ വഴിപാടായത് കൊണ്ടും അതിങ്ങനെ ഒരു മഹത്തരം ഐതിഹ്യത്തിന്റെ പിൻബലത്തോടെ ചെയ്യുന്നത് കൊണ്ടും അതിന് കേമത്താണ്, അത് നല്ല ഫലമാണ്. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. തൈപ്പൂയം വരുവാണ്. തൈപ്പൂയം. സുബ്രഹ്മണ്യ ഉപാസകന്മാരായി നിൽക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഉത്സവമുള്ള ദിവസങ്ങളാണ് തൈപ്പൂയം. ഞാൻ തൈപ്പൂയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനിത് തൈപ്പൂയത്തിൽ നടക്കുന്ന, ശരിക്കും കേരളത്തിൽ തന്നെ അത്യപൂർവമായി നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ, അതായത് ഞാൻ പണ്ട് അവിടുത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം പറയുന്നത് കേരളത്തിൽ തന്നെ അത്യപൂർവമായി നടക്കുന്ന ഒരു വഴിപാട്, തൈപ്പൂയത്തിൽ നടക്കുന്ന വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. പെരുമ്പാവൂര് രായമംഗലം കൂട്ടുമടം ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. പെരുമ്പാവൂർ ആ കൂട്ടുമടത്തുള്ള മഹാദേവൻ അച്ഛനും മകനും അപ്പുറയിപ്പിരിക്കുന്ന അമ്പലത്തെക്കുറിച്ച്, അവിടത്തെക്കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഈ തൈപ്പൂയത്തിന്, ഈ അമ്പലത്തിലെ തൈപ്പൂയ സമയത്ത് ഭക്തജനങ്ങളെല്ലാവരും അച്ഛൻ്റെ തിരുനടയിൽ, അതായത് മഹാദേവന്റെ തിരുനടയിൽ ഭസ്മം കാണിക്കയായി സമർപ്പിച്ച്, നിരവധി ആൾക്കാർ ഭസ്മം കാണിക്കയായി സമർപ്പിച്ച്, ആ കാണിക്കയായി സമർപ്പിക്കുന്ന ഭസ്മം രാത്രിയിൽ ഏകദേശം 12 മണിയോടുകൂടി, തൈപ്പൂയത്തിൻ്റെ അന്ന് രാത്രി 12 മണിയോടുകൂടി അത് കാവടി പോലെ ആഘോഷത്തോടുകൂടി ആനപ്പുറത്ത് അത് എഴുന്നള്ളിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ നടക്കൽ കൊണ്ടുവന്ന് കറക്റ്റ് മധ്യരാത്രിയുടെ കറക്റ്റ് മധ്യസമയത്ത്, അതായത് 12 മണിക്ക് ശേഷമുള്ള മുഹൂർത്തത്തിൽ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന മഹത്തരമായ ചടങ്ങ്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു അമ്പലത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. അത്ര ഗംഭീരമായി നിൽക്കുന്ന, അത്ര കേമായി നിൽക്കുന്ന ഒരു ചടങ്ങാണ്. അത് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കുടെ വഴിപാടല്ല, അവിടെ വരുന്ന സകല ഭക്തന്മാരുടെയും വഴിപാടാണ്. അവിടെ വന്ന് തൊഴുന്ന സകല വ്യക്തികളുടെയും വഴിപാടാണ്. ആ ക്ഷേത്രത്തിൽ അന്ന് വരുന്ന എല്ലാവരുടെയും വഴിപാടാണ്. ആ വഴിപാടായി നിൽക്കുന്ന ഭസ്മസമർപ്പണം. ആ ഭസ്മസമർപ്പണം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. മഹാദേവന്റെ നടക്കൽ അറിയാം. ശൈവഭക്തർ എന്താ തൊടുന്ന? ഭസ്മമാണ്. ആ മഹാദേവന്റെ നടക്കലാണ് ഭസ്മം. സർവപാപ പരിഹാരാർത്ഥം, സർവശാപാദികൾ മാറാനായിട്ട് ഭസ്മം തൊടുന്നതും ഭസ്മം സമർപ്പിക്കുന്നതും ഭസ്മം കൊണ്ടുള്ള എല്ലാം, അതായത് നമ്മൾ അത് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അത്രയ്ക്ക് കേമാണ്. അപ്പൊ അങ്ങനെയുള്ള ഭസ്മം പിതാവായി നിൽക്കുന്ന മഹാദേവന്റെ തിരുനടയിൽ സമർപ്പിക്കുക. സർവപാപ പരിഹാരാണ്, സർവദോഷ പരിഹാരാണ്, സർവ രോഗശാന്തിയാണ്. അങ്ങനെ ഭസ്മം സമർപ്പിച്ചിട്ട് ആ സമർപ്പിക്കുന്ന ഭസ്മം എല്ലാം കൂടി എടുത്ത് കൂട്ടായിട്ട് അത് വൈകുന്നേരം രാത്രി ഏകദേശം 12 മണിയോടുകൂടി മഹാദേവന്റെ തിരുനടയിൽ നിന്ന് ആനയും കൊട്ടും മേളവുമായി ആ ഭസ്മത്തെ ആനയിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ കൊണ്ടുവന്ന് സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വേറൊരു അമ്പലം തന്നെ അങ്ങനെ ഇല്ലാന്ന് എനിക്ക് കണ്ടിട്ടുള്ളത്. എൻ്റെ അറിവിൽ കണ്ടിട്ടില്ല. ഇനി ചിലപ്പോൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അത്രയ്ക്ക് ഗംഭീരമായ ചടങ്ങാണ്. സന്തതി പരമ്പരകളുടെ ഉന്നമനത്തിനായിട്ട്, സർവ്വ രോഗശാന്തിക്കായിട്ട്, സർവ്വ ദുരിതഹരത്തിനായിട്ട്, സർവ്വ സങ്കടകരത്തിനായിട്ടാണ് ഈ ഭസ്മാഭിഷേകം നടത്തുന്നത്. ഇതൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ അമ്പലത്തിൽ വർഷത്തിൽ ഒന്നു മാത്രമേ ഈ വഴിപാടുള്ളൂ. ഈ തൈപ്പൂയം കഴിഞ്ഞ അടുത്ത തൈപ്പൂയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇടയ്ക്ക് ഇതൊന്നും നടക്കണില്ല. വർഷത്തിൽ ഒരേ ദിവസം ആ ക്ഷേത്രത്തിലെ മേൽശാന്തിയും താന്ത്രിക ആചാര്യന്മാരും തന്ത്രിമാരും ഉപതന്ത്രിമാരും എല്ലാവരും കൂടെ കൂടി പൂജ കഴിച്ച് അന്ന് വൈകുന്നേരം വൃത്തിയായ ക്രിയകളോട് അന്ന് അദ്ദേഹത്തിന് ഭഗവാന് അത് അഭിഷേകം ചെയ്യുന്നു. രാവിലെ തൊട്ട് അവിടെ ഏകദേശം 3:30 തൊട്ട് 4 തൊട്ട് 3:30 തുടങ്ങിച്ച് നട തുറന്ന് ഓരോ ചടങ്ങുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതൊരു ഉത്സവം പോലെയാണ് അവിടുത്തെ ആഘോഷങ്ങൾ. അതൊക്കെ സാധാരണ ഉത്സവക്കാലത്തുള്ള ആഘോഷങ്ങളാണെങ്കിൽ പോലും ഭസ്മാഭിഷേകം എന്ന് പറയുന്നത് എന്താ പറയാ, അത് വെറുതെ നമ്മളിപ്പോൾ ഭസ്മാഭിഷേകം എല്ലാ അമ്പലങ്ങളിലും പല അമ്പലങ്ങളിലും ഭസ്മാഭിഷേകം കണ്ടിട്ടുണ്ട്. ഇതല്ല, ഇത് അച്ഛൻ്റെ മുൻപിലാണ് നമ്മൾ നടക്കി വെക്കുന്നത്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. അച്ഛൻ്റെ മുമ്പിൽ നടക്കി വെച്ചതിന് ശേഷം അഭിഷേകം ചെയ്യുന്ന മകനാണ്. അതിനകത്ത് ഭയങ്കര ഒരു
വേറെ ഭയങ്കരമായ നിൽക്കുന്ന ഒരു ഐതിഹ്യ പരമ്പര തന്നെ പറയാൻ പറ്റും. അത്രയ്ക്ക് കേമായ ചടങ്ങല്ലേ. അപ്പൊ അങ്ങനെ അച്ഛന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഭസ്മം താളമേളങ്ങളുടെ താലപ്പൊലിയോടുകൂടി ആനകളും അമ്പാരിയും ചേർന്ന് കേമായിട്ട് അങ്ങ് ആഘോഷമായിട്ടാ. ഏകദേശം ഒരു 150-200 മീറ്റർ ദൂരമുണ്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്തേക്ക് വരണേ. രണ്ടമ്പലമായിട്ടാ, ഒരു റോഡിന് അപ്പുറം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ആ 11:45 11 മണിക്കോ 10 മണിക്കോ അല്ല, കറക്റ്റ് രാത്രിയുടെ മധ്യസമയത്താണ്. കാരണം സാധാരണഗതിക്ക് അപ്പോൾ ആ സമയത്ത് തുറന്നിരിക്കുന്ന അമ്പലങ്ങൾ പോലുമില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അത് കേരളത്തിൽ പോലും അങ്ങനെ തുറന്നിരിക്കുന്ന ആ സമയങ്ങളിൽ തുറന്നിരിക്കുന്ന, അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ചടങ്ങ്. ഇത് പിന്നെ അടുത്ത തൈപ്പൂയത്തിന് കിട്ടും. അതുപോലെ ഇതേ സമയത്ത് ഇതേ രീതിയിൽ ഇതേപോലെ ചെയ്യുന്ന ഒരു ചടങ്ങ് എൻ്റെ കേൾവിയിൽ ഇതുവരെ പെട്ടിട്ടില്ലാത്തൊരു ചടങ്ങും കൂടിയാണ്. അപ്പൊ ഈ ഭസ്മ കാവടിയിലും ഭസ്മ അഭിഷേകത്തിലും ഭസ്മ സമർപ്പണത്തിലും നാനാദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തന്മാരാ വരണേ. ഒരുപാട് ഭക്തജനങ്ങളാ വന്ന് ഭസ്മ. ഈ ഒരു പാക്കറ്റ് ഭസ്മമാണെങ്കിൽ പോലും അതിനൊരു ശക്തിയുണ്ടേ, നമ്മുടെ വകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വഴിപാടിനെ കുറിച്ച് നിങ്ങളിൽ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ. കാരണം നമ്മൾക്ക് അത്യപൂർവമായ വഴിപാടുകൾ, അത്യപൂർവമായിട്ട്, കാരണം ബാക്കിയുള്ള വഴിപാട് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ വഴിപാടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപൂർവങ്ങളിൽ അപൂർവമായി നിൽക്കുന്ന വഴിപാട്, അതോ സർവ്വരോഗശാന്തി എന്നാ പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരു വാക്ക് എനിക്ക് പറയാനില്ല. അത്രയ്ക്ക് ഭസ്മാഭിഷേകത്തെ കുറിച്ച് പറഞ്ഞ പരമ്പരയ്ക്ക് അതിഗംഭീരമാണ്, സമ്പത്തിന് അതിഗംഭീരാണ്. എന്തിനാ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് എന്ത് കൊടുത്താലും കേമാണ്. അത് ഇത്രയും മഹത്തരമായൊരു ചടങ്ങിനാണെങ്കിലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൂട്ടുമടം, അതായത് ഈ പെരുമ്പാവൂരത്തുള്ള കൂട്ടുമടം ബാലസുബ്രഹ്മണ്യ മഹാദേവ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ അന്നേ ദിവസം നിങ്ങൾക്ക് തിരക്കാണെങ്കിൽ രാവിലെ പോയി ഭസ്മം സമർപ്പിച്ചു പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോയാലോ മതി. കാവടിയൊക്കെ കൂടി അഭിഷേകം കണ്ടുപോകാം. ആ അഭിഷേകത്തിന്റെ ഒരു തുള്ളി പ്രസാദം നിങ്ങളുടെ കൈകൾ വെച്ചാൽ നമുക്കത് വളരെ കേമാണ്, നമുക്ക് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഭസ്മം സമർപ്പിക്കാത്തവർക്കും ഉണ്ട് അവിടെ. ഈ ഭസ്മം നമുക്കവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അകലെയുള്ളവർക്കൊക്കെ ബുക്ക് ചെയ്താൽ ആ ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ട് ആ പ്രസാദം എനിക്ക് തോന്നുന്നു അവർ പാർസലായിട്ട് അയച്ചു തരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അറിയാം, എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അഭിഷേകം നടത്തുന്നതും അവിടുത്തെ പ്രസാദം തൊടുന്നതും അതിഗംഭീരമാണ്, അതികേമാണ്. കാരണം നിങ്ങളുടെ പേരിൽ ഒരു ഭസ്മാഭിഷേകം നടത്താനെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. എൻ്റെ ഒരു അഭിപ്രായം, അന്ന് അമ്പലത്തിൽ പോകണം, നമ്മുടെ വക ഭസ്മം സമർപ്പിക്കണം. നമ്മൾ ആ ഭസ്മം സമർപ്പിച്ചാൽ മാത്രം പോരാ, ആ ഭസ്മാഭിഷേകം നടത്തണം. ആ അഭിഷേകത്തിന്റെ പ്രസാദം മേടിക്കണം. ഒരു 21 ദിവസമെങ്കിലും ആ പ്രസാദം വൈകുന്നേരങ്ങളിൽ നിറഞ്ഞ സന്ധ്യയ്ക്ക് നമ്മുടെ നെറ്റിയിൽ ചാർത്തുവാൻ നമ്മൾ കൊണ്ടുപോകണം. അതാണ് വേണ്ടത്. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ വഴിപാടായത് കൊണ്ടും അതിങ്ങനെ ഒരു മഹത്തരമായ ഐതിഹ്യത്തിന്റെ പിൻബലത്തോടെ ചെയ്യുന്നത് കൊണ്ടും അതിന് കേമത്താണ്, അത് നല്ല ഫലമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസം പരമാവധി മാക്സിമം ആൾക്കാർ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം ഇത് വേറെ കേരളത്തിൽ പറഞ്ഞു കേൾക്കാത്തത് കൊണ്ടാണ് ഇതിനെ ഞാൻ കൃത്യമായി പറയണത്. എനിക്കിത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, വലിയൊരു ചടങ്ങായി തോന്നി. അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള എൻ്റെ ദൗത്യമായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ തൈപ്പൂയത്തെക്കുറിച്ച് പിന്നെ ആ ദിവസത്തിന് തന്നെ ശക്തമായ പ്രാധാന്യം. ആ ദിവസത്തിൽ ഇങ്ങനൊരു മഹത്തരമായ ചടങ്ങ് എല്ലാം കൂടെ ഒത്തുവരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് നേരത്തെ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. 1 മാസം സമയമുണ്ട്, അതിനുള്ളിൽ നമ്മൾ ഏകദേശം 10-18 ദിവസം സമയമുണ്ട്. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെതായി നിൽക്കുന്ന രീതിയിലായി ചെയ്യാൻ പറ്റും. ചെയ്യുന്നവർക്കൊക്കെ തയ്യാറെടുക്കാൻ പറ്റും. ഭസ്മാഭിഷേകം ചെയ്യുന്നവർക്ക് ഒരു ദിവസമെങ്കിലും, അതിന് തലേ ദിവസമെങ്കിലും ഒരിക്കലെടുത്ത് വേണം പോകാനായിട്ട്. മിനിമം ഒരിക്കലെടുത്തെങ്കിലും പോകണം, ഒരു ദിവസമെങ്കിലും. അങ്ങനെ ആ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശക്തനായി നിൽക്കുന്ന, എന്ത് ചോദിച്ചാലും നൽകുന്ന, എല്ലാ അഭീഷ്ടങ്ങളും സാധിപ്പിക്കുന്ന, ബുദ്ധിയുടെ കാരകനായി നിൽക്കുന്ന, വിദ്യയുടെ കാരകനായി നിൽക്കുന്ന, എന്ത് ദോഷത്തെയും ഇല്ലായ്മ ചെയ്യുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഓരോ ഭവനങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമസ്കാരം. ഗോവിന്ദം.